കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം 2 കൊരിന്ത്യർ അധ്യായം 1. ദൈവേച്ഛ അനുസരിച്ച് യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായി തീർന്ന പൗലോസും ക്രിസ്തുവിൽ നമ്മുടെ സഹോദരനായ തിമോത്തിയോസും കൊരിന്തിലെ ദൈവസഭയ്ക്കും അഖായയിലെ മുഴുവൻ ദൈവജനത്തിനുമായി ആശംസകൾ അയക്കുന്നത് നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. ദൈവവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവുമായവന് സ്തുതി. പൂർണ്ണമായും കാരുണ്യം നിറഞ്ഞ പിതാവാകുന്നു ദൈവം. എല്ലാ ആശ്വാസത്തിന്റെയും ദൈവമാകുന്നു അവൻ. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ അവൻ നമ്മെ ആശ്വസിപ്പിക്കും. അതുകൊണ്ട് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ നമുക്കവരെ ആശ്വസിപ്പിക്കാൻ കഴിയും. ദൈവം നമുക്ക് നൽകുന്ന അതേ ആശ്വാസം നമുക്ക് മറ്റുള്ളവർക്ക് നൽകാൻ കഴിയും. ക്രിസ്തുവിന്റെ പല കഷ്ടങ്ങളിലും നമ്മൾ പങ്കുചേരുന്നു. അതുപോലെ ക്രിസ്തുവിലൂടെ നമുക്ക് വളരെ ആശ്വാസം കൈവരുന്നു. പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ നിങ്ങളുടെ ആശ്വാസത്തിനും രക്ഷയ്ക്കും വേണ്ടിയാണ്. ഞങ്ങൾക്ക് ആശ്വാസമുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുമുള്ളതാണ്. ഇത് ഞങ്ങൾക്കുള്ള അതേ കഷ്ടങ്ങൾ ക്ഷമയോടെ സ്വീകരിക്കാൻ നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങളിലുള്ള ഞങ്ങളുടെ പ്രതീക്ഷ ശക്തമാണ്. നിങ്ങൾ ഞങ്ങളുടെ കഷ്ടങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ ആശ്വാസവും പങ്കുവയ്ക്കുന്നുവെന്നും ഞങ്ങൾ അറിയുന്നു. സഹോദരീ സഹോദരന്മാരെ, ആസിയയിൽ ഞങ്ങൾ അനുഭവിച്ച പ്രയാസങ്ങളെപ്പറ്റി നിങ്ങൾ അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവിടെ വലിയ പീഡകൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. അവ ഞങ്ങൾക്ക് താങ്ങാനാവുന്നതിലും വലുതായിരുന്നു. ജീവിതത്തിന്റെ പ്രതീക്ഷ പോലും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഞങ്ങൾ മരിക്കുമെന്ന് മനസ്സിൽ കരുതി. ഞങ്ങൾ ഞങ്ങളുടെ സ്വയത്തിൽ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിനാലാണ് അത് സംഭവിച്ചത്. ആ മരണസദൃശ്യമായ അപകടങ്ങളിൽ നിന്നും ദൈവം ഞങ്ങളെ രക്ഷിച്ചു. അവൻ ഞങ്ങളെ തുടർന്നും രക്ഷിക്കും. ഞങ്ങൾ അവനിൽ പ്രതീക്ഷ അർപ്പിച്ചു. തുടർന്നും അവൻ ഞങ്ങളെ കാക്കും. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ സഹായിക്കാനാകും. അപ്പോൾ അനേകം പേർ വളരെ പ്രാർത്ഥിച്ചതുകൊണ്ട് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചതിനാൽ ഞങ്ങൾക്കായി നന്ദി പറയും. ഈ ലോകത്തിൽ ഞങ്ങൾ ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കും ദൈവത്തിൽ നിന്നും കിട്ടിയ ശുദ്ധഹൃദയത്തോടെയും ആത്മാർത്ഥതയോടെയും ഞങ്ങൾ പ്രവർത്തിച്ചു. തുറന്ന ഹൃദയത്തോടെ ഇത് സത്യമാണെന്ന് എനിക്ക് പറയാനാകും. അതിൽ ഞങ്ങൾ അഭിമാനിക്കുകയും ചെയ്യുന്നു. നിങ്ങളോടൊത്ത് ഞങ്ങൾ ചെയ്തവ കൂടുതൽ സത്യമാണ്. ലൗകികമായ വിജ്ഞാനം കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപ കൊണ്ടാണ് ഞങ്ങളിത് ചെയ്തത്. നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാനാകുന്ന കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ നിങ്ങൾക്ക് എഴുതുന്നുള്ളൂ. നിങ്ങൾക്കിതിനകം ഞങ്ങളെ ഭാഗികമായി മനസ്സിലാക്കാൻ കഴിഞ്ഞതുപോലെ നിങ്ങൾക്കെപ്പോഴും മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരുമ്പോൾ ഞങ്ങൾ നിങ്ങളെപ്പറ്റി അഭിമാനം കൊള്ളുന്നത് പോലെ നിങ്ങൾക്ക് ഞങ്ങളെപ്പറ്റിയും അഭിമാനിക്കാമെന്നത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതേപ്പറ്റി എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ ആദ്യം തന്നെ സന്ദർശിക്കാമെന്ന് ഞാൻ ആലോചിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് 2 തവണ അനുഗ്രഹീതരാവാം. മക്കദോന്യയിലേക്ക് പോകും വഴി നിങ്ങളെ സന്ദർശിക്കാമെന്ന് ഞാൻ കരുതിയിരുന്നു. മടങ്ങുമ്പോഴും നിങ്ങളെ കാണാമെന്ന് ഞാൻ കരുതി. യഹൂദ്യയിലേക്കുള്ള എന്റെ യാത്രയ്ക്ക് നിങ്ങളുടെ സഹായം ആവശ്യമായിരുന്നു. ചിന്തിക്കാതെയാണ് ഞാൻ ആ പരിപാടികൾ ഇട്ടതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരേ സമയം അതെ അതെ എന്ന് പറഞ്ഞിട്ട് അതേ സമയം അല്ല അല്ല എന്ന് പറയുന്ന ലൗകികരെ പോലെയാണ് ഞാൻ പരിപാടികൾ ഇടുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കാം. നിങ്ങൾക്ക് ദൈവത്തെ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ നിങ്ങളോട് ഒരിക്കലും അതെ എന്നും അല്ല എന്നും ഒരേ സമയത്ത് പറയുകയില്ലെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം. ദൈവപുത്രനായ യേശുക്രിസ്തുവും സിൽവാനോസും തിമോത്തിയോസും ഞാനും പ്രസംഗിച്ചത് അതെ എന്നും അല്ല എന്നുമല്ല. ക്രിസ്തുവിൽ അതെപ്പോഴും അതെ എന്നായിരുന്നു. ദൈവത്തിന്റെ എല്ലാ വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതെ എന്നാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിലൂടെ നാം എപ്പോഴും ദൈവത്തിന്റെ മഹത്വത്തിന്
ആമേൻ എന്ന് പറയുന്നത്. ദൈവമാണ് ക്രിസ്തുവിൽ നിങ്ങളെയും ഞങ്ങളെയും ശക്തരാക്കുന്നത്. ദൈവം ഞങ്ങളെ അഭിഷക്തരാക്കി തന്റെ വിശേഷപ്പെട്ട അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകി. ഞങ്ങൾ അവന്റേതാണെന്ന് തെളിയിക്കാൻ അവൻ ഞങ്ങൾക്ക് അവന്റെ അടയാളമിട്ടു. അവൻ വാഗ്ദാനം ചെയ്തത് നൽകുമെന്നതിന് ഒരു തെളിവെന്ന നിലയിൽ അവന്റെ ആത്മാവിനെ ഒരു ഉറപ്പെന്ന പോലെ ഞങ്ങളുടെ ഹൃദയത്തിൽ നിറച്ചു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇത് സത്യമാണെന്നതിന് ദൈവം എന്റെ സാക്ഷിയാകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നിങ്ങളെ ശിക്ഷിക്കുകയോ മുറിവേൽപ്പിക്കുകയോ ചെയ്യാതിരിക്കാനാണ് ഞാൻ കൊരിന്തിലേക്ക് മടങ്ങി വരാതിരുന്നത്. നിങ്ങളുടെ വിശ്വാസം നിയന്ത്രിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നതെന്നല്ല ഞാൻ അർത്ഥമാക്കുന്നത്. നിങ്ങളുടേത് അടിയുറച്ച വിശ്വാസമാണ്. പക്ഷേ ഞങ്ങൾ നിങ്ങളുടെ തന്നെ സന്തോഷത്തിനായി നിങ്ങളോടൊത്ത് പ്രവർത്തിക്കുന്നവരാണ്. 2 കൊരിന്ത്യർ അധ്യായം 2. അതുകൊണ്ട് എന്റെ അടുത്ത സന്ദർശനം നിങ്ങളെ സങ്കടപ്പെടുത്തുന്നതിന് ആയിരിക്കരുതെന്ന് ഞാൻ നിശ്ചയിച്ചു. ഞാൻ നിങ്ങളെ സങ്കടപ്പെടുത്തിയാൽ എന്നെ ആര് സന്തോഷിപ്പിക്കും? ഞാൻ ദുഃഖിതരാക്കിയ നിങ്ങൾക്ക് മാത്രമേ എന്നെ സന്തോഷിപ്പിക്കാനാവൂ. ഇക്കാരണം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു കത്തയച്ചു. അതുവഴി ഞാൻ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ എന്നെ സന്തോഷിപ്പിക്കേണ്ടവർ എന്നെ സങ്കടപ്പെടുത്താതിരിക്കണം. എനിക്ക് നിങ്ങളെപ്പറ്റി ഉറപ്പുണ്ട്. നിങ്ങളെല്ലാവരും എന്റെ ആഹ്ലാദം പങ്കിടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മുമ്പ് ഞാൻ നിങ്ങൾക്കെഴുതിയപ്പോൾ എനിക്ക് മനസ്സിൽ വളരെ ചിന്താഭാരവും ദുഃഖവുമായിരുന്നു. നിറയെ കണ്ണുനീരോടെയാണ് ഞാൻ എഴുതിയത്. നിങ്ങളെ സങ്കടപ്പെടുത്താനല്ല ഞാൻ എഴുതിയത്. ഞാൻ നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. നിങ്ങളുടെ ഇടയിൽ ഒരുവൻ സങ്കടമുണ്ടാക്കി. അയാൾ എനിക്ക് മാത്രമല്ല സങ്കടം വരുത്തിയത്, ഒരു തരത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും കൂടിയാണ്. ഉള്ളതിൽ കൂട്ടിപ്പറയാൻ എനിക്ക് ആഗ്രഹമില്ല. നിങ്ങൾ മിക്കവരും അയാൾക്ക് നൽകിയ ശിക്ഷ മതിയായതാണ്. ഇനി നിങ്ങൾ അവനോട് പൊറുക്കുകയും അയാളെ ആശ്വസിപ്പിക്കുകയും വേണം. അല്ലെങ്കിൽ കടുത്ത ദുഃഖം അവനെ ഗ്രസിക്കും. അതിനാൽ നിങ്ങൾ അവനെ സ്നേഹിക്കുന്നുവെന്ന് കാണിക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കെഴുതിയത്. നിങ്ങളെ പരീക്ഷിക്കുകയും നിങ്ങളെല്ലാം അനുസരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുകയും വേണമായിരുന്നു. നിങ്ങൾ ഒരാളോട് ക്ഷമിച്ചാൽ ഞാനും അവനോട് പൊറുക്കും. ഞാൻ പൊറുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ കരുതി ക്രിസ്തുവിന്റെ സമക്ഷത്തിലാണ്. സാത്താൻ നമ്മിൽ നിന്ന് ഒന്നും നേടരുത് എന്ന് കരുതിയാണ് ഞാൻ ഇത് ചെയ്തത്. സാത്താന്റെ പദ്ധതികൾ ഞങ്ങൾക്ക് നന്നായി അറിയാം. ത്രോവാസിൽ ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നതിനായി ഞാൻ പോയി. അവിടെ കർത്താവ് എനിക്കൊരു നല്ല അവസരം തന്നു. അവിടെ എന്റെ സഹോദരൻ തീത്തോസിനെ കണ്ടെത്താൻ കഴിയാഞ്ഞതിൽ എന്റെ മനസ്സ് സ്വസ്ഥമായില്ല. അതുകൊണ്ട് ഞാൻ അവിടം വിട്ട് മക്കദോന്യയ്ക്ക് പോയി. ദൈവത്തിന് നന്ദി. ദൈവം നമ്മെ എപ്പോഴും ക്രിസ്തുവിലൂടെ വിജയത്തിലേക്ക് നയിക്കുന്നു. ഒരു സുഗന്ധ തൈലത്തിന്റെ പരിമളം പോലെ അവനെക്കുറിച്ചുള്ള വിജ്ഞാനത്തെ എങ്ങും പരത്തുവാൻ ദൈവം ഞങ്ങളെ ഉപയോഗിക്കുന്നു. ദൈവത്തിന് നൽകുവാൻ ഞങ്ങൾക്കുള്ളത് ഇതാണ്: ദൈവത്തിന്റെ കാഴ്ചയിൽ രക്ഷിക്കപ്പെടുന്നവരുടെയും നശിക്കുന്നവരുടെയും ഇടയിൽ ഞങ്ങൾ ക്രിസ്തുവിന്റെ പരിമളമാണ്. നശിക്കുന്നവർക്ക് ഞങ്ങൾ മരണം കൊണ്ടുവരുന്ന മരണത്തിന്റെ ദുർഗന്ധമാണ്. രക്ഷിക്കപ്പെടുന്നവർക്കോ ഞങ്ങൾ ജീവൻ കൊണ്ടുവരുന്ന ജീവന്റെ പരിമളവും. അതുകൊണ്ട് ഇത് ചെയ്യുവാൻ ആരാണ് യോഗ്യൻ? മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ദൈവവചനം വിറ്റ് കാശുണ്ടാക്കുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. പക്ഷെ ആത്മാർത്ഥതയോടെ ക്രിസ്തുവിൽ ഞങ്ങൾ ദൈവ സാന്നിധ്യത്തിൽ സത്യം സംസാരിക്കുന്നു. ദൈവം അയച്ചവരെ പോലെ ഞങ്ങൾ സംസാരിക്കുന്നു. 2 കൊരിന്ത്യർ അധ്യായം 3. ഞങ്ങൾ വീണ്ടും സ്വയം അഭിമാനിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് മറ്റു ചിലരെ പോലെ നിങ്ങൾക്കോ നിങ്ങളിൽ നിന്നോ ശുപാർശ കത്ത് വേണമെന്നോ? നിങ്ങൾ തന്നെ ഞങ്ങളുടെ കത്താണ്. ആ കത്ത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അത് എല്ലാവരാലും അറിയപ്പെടുകയും വായിക്കപ്പെടുകയും ചെയ്യുന്നു. ക്രിസ്തു ഞങ്ങളിലൂടെ അയച്ച ഒരു കത്താണ് നിങ്ങളെന്ന് നിങ്ങൾ തന്നെ സ്വയം തെളിയിക്കുക. ആ കത്ത് മഷി കൊണ്ടല്ല, പക്ഷേ ജീവിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് എഴുതിയതാണ്. അത് കൽപ്പലകകളിലല്ല എഴുതിയിരിക്കുന്നത്,
മനുഷ്യഹൃദയങ്ങളിലാണ്. ക്രിസ്തുവിലൂടെ ദൈവത്തിനു മുമ്പാകെ ഞങ്ങൾക്ക് വിശ്വാസമുള്ളതുകൊണ്ട് ഞങ്ങൾക്കിതൊക്കെ പറയാം. ഞങ്ങൾക്ക് സ്വന്തമായി ഈ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം ചെയ്യാനുള്ള കഴിവുണ്ടാക്കിയത് ദൈവമാണ്. ദൈവം തന്റെ ജനതയുമായി ഉണ്ടാക്കിയ പുതിയ നിയമത്തിന്റെ കഴിവുറ്റ ദാസന്മാരാകാൻ ഞങ്ങളെ പ്രാപ്തരാക്കി. ഈ പുതിയ നിയമം ഒരു എഴുതപ്പെട്ട ന്യായപ്രമാണമല്ല, അത് ആത്മാവിൻ്റെതാണ്. എഴുതപ്പെട്ട ന്യായപ്രമാണം മരണത്തെ കൊണ്ടുവരുന്നു, എന്നാൽ ആത്മാവ് ജീവൻ നൽകുന്നു. മരണത്തിന്റെ ശുശ്രൂഷ കല്ലിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ദൈവമഹത്വത്തോടൊത്താണത് വന്നത്. ഇസ്രായേൽ ജനതയ്ക്ക് തുടർച്ചയായി നോക്കാൻ കഴിയാത്തത്ര തേജസ്സായിരുന്നു മോശയുടെ മുഖത്ത്. പിന്നീട് ആ മഹത്വത്തിന്റെ തേജസ് മാഞ്ഞുകൊണ്ടിരുന്നു. തീർച്ചയായും ആത്മാവിന്റെ ശുശ്രൂഷ അതിലും മഹത്വമേറിയതായിരിക്കും. ഇതാണ് ഞാൻ അർത്ഥമാക്കുന്നത്. ജനങ്ങളെ പാപികളെന്ന് വിധിച്ച ആ ശുശ്രൂഷ മഹത്വമുള്ളതായിരുന്നു. അപ്പോൾ ജനങ്ങളെ ദൈവത്തിനു മുമ്പിൽ നീതീകരിക്കുന്ന ശുശ്രൂഷയ്ക്ക് അത്യധികം മഹത്വമുണ്ടാകും. ആ പഴയ ശുശ്രൂഷയ്ക്ക് മഹത്വമുണ്ടായിരുന്നു. എന്നാൽ പുതിയ ശുശ്രൂഷയുടെ മഹത്വവുമായി തുലനം ചെയ്യുമ്പോൾ ആദ്യത്തേതിന് ഒന്നുമുണ്ടായിരുന്നില്ല. മങ്ങിയത് മഹത്വത്തോടെയാണ് വന്നതെങ്കിൽ ഈ നിത്യമായ ശുശ്രൂഷ അതിലും മഹത്വമുള്ളതാണ്. ഇത്തരം പ്രതീക്ഷയുള്ളതിനാൽ ഞങ്ങൾ ധൈര്യശാലികളാണ്. ഞങ്ങൾ മോശയെപ്പോലെയല്ല. അവൻ തന്റെ മുഖത്തിന് ഒരാവരണമണിഞ്ഞു. ഇസ്രായേൽക്കാർ അത് കാണാതിരിക്കാനാണ് അവൻ മുഖം മൂടിയത്. മഹത്വം അപ്രത്യക്ഷമാവുകയായിരുന്നു. അവർ അതിന്റെ അവസാനം കാണരുതെന്ന് മോശെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഒന്നും മനസ്സിലാക്കാത്ത വിധം അവരുടെ മനസ്സ് അടച്ചിരുന്നു. ഇന്നുപോലും അവർ പഴയ നിയമം വായിക്കുമ്പോൾ അതേ ആവരണം അർത്ഥത്തെ മൂടിയിരിക്കുന്നു. ആ ആവരണം മാറ്റപ്പെട്ടിരുന്നില്ല. ക്രിസ്തുവിലൂടെ മാത്രമേ അത് മാറ്റപ്പെടൂ. എന്നാൽ ഇന്നും അവർ മോശയുടെ ന്യായപ്രമാണം വായിക്കുമ്പോൾ അവരുടെ മനസ്സിന് മുകളിൽ ഒരാവരണമുണ്ടാകും. എന്നാൽ ഒരാൾ മാനസാന്തരപ്പെട്ട് കർത്താവിനെ പിന്തുടർന്നാൽ ആ ആവരണം മാറ്റപ്പെടും. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവ് എവിടെയുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ടാകും. നമ്മുടെ മുഖങ്ങൾ മൂടിയിട്ടില്ല. നാം എല്ലാം കർത്താവിന്റെ മഹത്വം കാണിക്കുന്നു. നമ്മൾ അവനെപ്പോലെ മാറ്റപ്പെടുന്നു. നമ്മിലെ ആ മാറ്റം കൂടുതൽ കൂടുതൽ മഹത്വത്തെ കൊണ്ടുവരുന്നു. ഈ മഹത്വം കർത്താവിൽ നിന്ന് വരുന്നു. അവൻ ആത്മാവുമാകുന്നു. 2 കൊരിന്ത്യർ അധ്യായം 4. ദൈവം അവന്റെ കാരുണ്യത്താൽ ഞങ്ങളെ ഈ ജോലി ചെയ്യാൻ ഏൽപ്പിച്ചു. അതുകൊണ്ട് ഞങ്ങൾ നിരാശരാകുന്നില്ല, അത് ഉപേക്ഷിക്കുന്നുമില്ല. പക്ഷേ ഞങ്ങൾ നാണം കെട്ട രഹസ്യ വഴികളിൽ നിന്ന് മാറിയിരിക്കുന്നു. ഞങ്ങൾ കൗശലങ്ങൾ ഉപയോഗിക്കാനോ ദൈവത്തിന്റെ ഉപദേശങ്ങൾ മാറ്റാനോ കൂട്ടാക്കിയിട്ടില്ല. ഞങ്ങൾ സത്യം തുറന്നു തന്നെ പഠിപ്പിക്കുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ആരെന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. ദൈവത്തിനു മുന്നിൽ ഞങ്ങൾ ആരാണെന്ന് അങ്ങനെയാണ് അവർക്ക് അവരുടെ ഹൃദയത്തിൽ മനസ്സിലായത്. ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം മൂടുപടമണിഞ്ഞതായിരിക്കാം. പക്ഷേ നഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അത് മൂടുപടമണിഞ്ഞതാകൂ. അവിശ്വാസികളുടെ മനസ്സിനെ ഈ ലോകത്തിന്റെ ഭരണാധിപൻ അന്ധമാക്കിയിരിക്കുന്നു. അവർക്ക് സുവിശേഷത്തെ, ക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ സുവിശേഷത്തെ വെളിച്ചമായി കാണാൻ കഴിയില്ല. ക്രിസ്തുവാണ് ദൈവത്തിന്റെ പ്രതിച്ഛായ. ഞങ്ങൾ ഞങ്ങളെപ്പറ്റി പ്രസംഗിക്കുന്നില്ല, എന്നാൽ യേശു ക്രിസ്തുവാണ് കർത്താവ് എന്നത്രേ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. ഞങ്ങൾ യേശുവിന് വേണ്ടി നിങ്ങളുടെ ദാസന്മാരാണ് എന്നും. ദൈവം ഒരിക്കൽ പറഞ്ഞു, ഇരുട്ടിൽ നിന്ന് പ്രകാശം തിളങ്ങും. ഈ ദൈവം തന്നെയാണ് അവന്റെ വെളിച്ചം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിപ്പിച്ചത്. ക്രിസ്തുവിന്റെ മുഖത്തെ ദൈവിക തേജസ്സിനെ അറിയാൻ അനുവദിക്കുക വഴിയാണ് ദൈവം ഞങ്ങൾക്ക് ആ പ്രകാശം നൽകിയത്. ദൈവത്തിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈ നിധി ലഭിച്ചത്. പക്ഷേ ഞങ്ങൾ ആ നിധി ഉൾക്കൊള്ളുന്ന മൺഭരണികൾ മാത്രമാണ്. ആ മഹാശക്തി ഞങ്ങളിൽ നിന്നല്ല, മറിച്ച് ദൈവത്തിൽ നിന്നാണെന്ന് അത് കാണിക്കുന്നു. ഞങ്ങൾ കഷ്ടതകളുടെ നടുവിലാണെങ്കിലും ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല. എന്താണ് ചെയ്യേണ്ടതെന്നുപോലും ചിലപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ കഴിയില്ലെങ്കിലും ഞങ്ങൾ കൈവിടപ്പെട്ടിട്ടില്ല. പലപ്പോഴും
ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഞങ്ങൾ കൈവിടുകയില്ല. ചിലപ്പോൾ ഞങ്ങൾക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടില്ല. യേശുവിന്റെ മരണം എല്ലായ്പ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തിൽ പേറുന്നു. ക്രിസ്തുവിന്റെ ജീവിതവും ഞങ്ങളുടെ ശരീരത്തിലൂടെ അറിയേണ്ടതിലേക്കായി ഞങ്ങൾ കർത്താവിന്റെ മരണത്തെ വഹിക്കുന്നു. ഞങ്ങൾ ജീവിച്ചിരിക്കുന്നുവെങ്കിലും യേശുവിനു വേണ്ടി ഞങ്ങൾ എപ്പോഴും മരണം എന്ന അപകടത്തിലാണ്. യേശു ക്രിസ്തുവിന്റെ ജീവിതം നമ്മുടെ നശ്വരമായ ശരീരത്തിൽ കാണുന്നതിനാണ് നമുക്കിങ്ങനെ സംഭവിക്കുന്നത്. അതിനാൽ മരണം ഞങ്ങളിൽ പ്രവർത്തിക്കുന്നു, പക്ഷെ ജീവൻ നിങ്ങളിലും. തിരുവെഴുത്തുകളിൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: ഞാൻ വിശ്വസിച്ചു, അതിനാൽ ഞാൻ സംസാരിച്ചു. ഞങ്ങളുടെ വിശ്വാസവും അങ്ങനെയാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു, അതിനാൽ ഞങ്ങൾ സംസാരിക്കുന്നു. കർത്താവായ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. ദൈവം ഞങ്ങളെയും യേശുവിനോടൊത്ത് ഉയർപ്പിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ദൈവം ഞങ്ങളെ നിങ്ങളോടൊത്ത് കൊണ്ടുവരികയും നമ്മൾ അവന്റെ സന്നിധിയിൽ നിൽക്കുകയും ചെയ്യും. ഇതെല്ലാം നിങ്ങൾക്കു വേണ്ടിയാണ്. അങ്ങനെ ദൈവത്തിന്റെ കാരുണ്യം കൂടുതൽ കൂടുതൽ ആളുകൾക്ക് നൽകുമ്പോൾ അത് ദൈവത്തിന്റെ മഹത്വത്തിന് കൂടുതൽ കൂടുതൽ സ്തോത്രങ്ങളെ കൊണ്ടുവരും. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരിക്കലും ദുർബലരാകാത്തത്. ഞങ്ങളുടെ ഭൗതിക ശരീരം ദിനംപ്രതി ദുർബലമാകുമ്പോഴും ഞങ്ങളുടെ ഉള്ളിലെ ആത്മാവ് പുതുതായിക്കൊണ്ടിരിക്കുന്നു. കുറച്ചു സമയത്തേക്ക് ഞങ്ങൾക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ പ്രശ്നങ്ങൾ ഞങ്ങളെ നിത്യമഹത്വത്തിലേക്ക് നയിക്കുന്നു. ആ മഹത്വമാണ് പ്രശ്നങ്ങളെക്കാൾ വലുത്. അതുകൊണ്ട് ഞങ്ങൾ കാണുന്നതിനെ പറ്റിയല്ല, കാണാനാകാത്തതിനെ പറ്റി ചിന്തിക്കുന്നു. കണ്ടതിനെ പറ്റിയല്ല. നമ്മൾ കാണുന്നത് കുറച്ചു സമയത്തേക്കേ നിലനിൽക്കൂ. നമ്മൾക്ക് കാണാനാകാത്തത് എന്നെന്നും നിലനിൽക്കും. 2 കൊരിന്ത്യർ അധ്യായം 5. ഞങ്ങളുടെ ശരീരം, ഞങ്ങൾ ഈ ഭൂമിയിൽ വസിക്കുന്ന കൂടാരം, തകർക്കപ്പെടുമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ദൈവം ഞങ്ങൾക്ക് വസിക്കാൻ ഒരു വീട് കരുതും. അത് മനുഷ്യനിർമ്മിതമായിരിക്കയില്ല, അത് സ്വർഗത്തിൽ നിത്യമായ ഒന്നായിരിക്കും. പക്ഷേ ഞങ്ങളുടെ ഈ ശരീരം ക്ഷീണിതമായിരിക്കുന്നു. ഞങ്ങളുടെ സ്വർഗീയ ഭവനത്തിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങളെ വസ്ത്രം ധരിപ്പിച്ച് ഞങ്ങളുടെ നഗ്നത മറയ്ക്കും. ഈ കൂടാരത്തിൽ ഞങ്ങൾ വസിക്കുമ്പോൾ ഞങ്ങൾക്ക് ഭാരങ്ങളുണ്ടാകുന്നു. ഭൗതികമായ ഈ ശരീരം കൈവെടിയണമെന്ന ആശയാലല്ല, പക്ഷേ സ്വർഗീയമായ ഭവനത്തിൽ വസിക്കണമെന്ന ആഗ്രഹത്താൽ തന്നെ. അപ്പോൾ നശ്വരമായ ഈ ശരീരം ജീവൻ കൊണ്ട് പൊതിയപ്പെടും. അതിനായിട്ടാണ് ദൈവം ഞങ്ങളെ ഉണ്ടാക്കിയത്. ദൈവം ഞങ്ങൾക്ക് ആ ജീവൻ നൽകുമെന്നതിന് തെളിവായിട്ടാണ് ആത്മാവിനെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും ധൈര്യമുണ്ട്. ഈ ശരീരത്തിൽ ജീവിക്കുമ്പോൾ ഞങ്ങൾ കർത്താവിൽ നിന്നും അകലെയാണെന്ന് ഞങ്ങൾക്കറിയാം. വിശ്വാസത്താലാണ് ഞങ്ങൾ ജീവിക്കുന്നത്, കാണുന്നതിലല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതിനാൽ ഈ ശരീരത്തിൽ നിന്നകന്ന് കർത്താവിനോടുകൂടെ വീട്ടിലായിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവത്തെ പ്രീതിപ്പെടുത്തുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളുടെ ഈ ശരീരത്തിലായിരിക്കുമ്പോഴും കർത്താവിനോടൊത്ത് ആയിരിക്കുമ്പോഴും അവനെ സന്തുഷ്ടനാക്കുകയാണ് ഞങ്ങൾക്കാഗ്രഹം. ഞങ്ങൾ എല്ലാവരും ക്രിസ്തുവിനു മുമ്പിൽ വിധിക്കപ്പെടാൻ നിന്നേ പറ്റൂ. ഓരോരുത്തനും അർഹിക്കുന്നത് ലഭിക്കും. ഭൂമിയിലെ ശരീരത്തിൽ ജീവിച്ചപ്പോൾ ചെയ്ത പ്രവൃത്തിയുടെ നന്മ തിന്മയനുസരിച്ച് ഓരോരുത്തർക്കും വിധി ലഭിക്കും. കർത്താവിനെ ഭയക്കണമെന്നതിന്റെ അർത്ഥം എന്താണെന്ന് ഞങ്ങൾക്കറിയാം. അതിനാൽ സത്യം സ്വീകരിക്കാൻ ആളുകളെ സഹായിക്കുന്നതിന് ഞങ്ങൾ ശ്രമിക്കുന്നു. ഞങ്ങൾ യഥാർത്ഥത്തിൽ എന്താണെന്ന് ദൈവത്തിനറിയാം. നിങ്ങൾക്കും അതറിയാമെന്നാണ് എന്റെ ധാരണ. ഞങ്ങൾ നിങ്ങളോട് വീണ്ടും ആത്മപ്രശംസ നടത്തുകയല്ല, പക്ഷേ ഞങ്ങളെപ്പറ്റി നിങ്ങളോട് പറയുകയാണ്. ഞങ്ങളെ ചൊല്ലി അഭിമാനിക്കാനുള്ള കാരണങ്ങൾ നൽകുകയാണ്. പുറമേ കാണാവുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അഹങ്കരിക്കുന്നവരോട് മറുപടി പറയാൻ നിങ്ങൾക്കപ്പോൾ കഴിയും. ഒരാളുടെ ഹൃദയത്തിൽ എന്താണുള്ളതെന്ന് അവർ കാര്യമാക്കുന്നില്ല. ഞങ്ങൾ മാനസികമായി സുബോധമില്ലാത്തവരാണെങ്കിൽ അത് ദൈവത്തിന് മാത്രം വേണ്ടിയാണ്. ഞങ്ങൾക്ക് നേരായ മനസ്സുണ്ടെങ്കിൽ അത് നിങ്ങൾക്കുമാണ്. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിയന്ത്രിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ
ഒരുവൻ എല്ലാ ജനതയ്ക്കു വേണ്ടിയും മരിച്ചു എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് എല്ലാവരും മരിച്ചു. ജീവിച്ചിരിക്കുന്നവർക്ക് ഇനി അങ്ങോട്ട് തങ്ങൾക്കു വേണ്ടി ജീവിക്കാതിരിക്കാൻ ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചു. അവൻ അവർക്കു വേണ്ടി മരിക്കുകയും ഇനി അവൻ തനിക്കു വേണ്ടി ജീവിക്കുന്നതിനായി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ഇപ്പോൾ മുതൽ ആരെപ്പറ്റിയും ലൗകികർ ചിന്തിക്കുന്നത് പോലെ ഞങ്ങൾ ചിന്തിക്കുകയില്ല. മുമ്പ് ഞങ്ങൾ ക്രിസ്തുവിനെപ്പറ്റി ഈ വഴിയിൽ ചിന്തിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ ചിന്തിക്കില്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയതെല്ലാം മാറിയിരിക്കുന്നു, എല്ലാം പുതുതാക്കപ്പെട്ടിരിക്കുന്നു. ഈ ഉള്ളതെല്ലാം ദൈവത്തിൽ നിന്നാണ്. ദൈവം ക്രിസ്തുവിലൂടെ അവനെയും നമ്മെയും അനുരഞ്ജിപ്പിച്ചു. ജനങ്ങളെ അവനോട് അനുരഞ്ജിപ്പിക്കുന്ന വേല ദൈവം ഞങ്ങൾക്ക് തരികയും ചെയ്തു. മനുഷ്യരാശിക്കും തനിക്കുമിടയിൽ സമാധാനം സ്ഥാപിച്ചുകൊണ്ട് ദൈവം ക്രിസ്തുവിൽ ഉണ്ടായിരുന്നെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. മനുഷ്യരുടെ പാപങ്ങൾ അവർക്കെതിരായി കണക്കിലെഴുതാതെ ക്രിസ്തുവിൽ ജീവിക്കുന്നവരെ ദൈവം പാപവിമുക്തരാക്കുന്നു. ജനങ്ങൾക്ക് ഈ സമാധാന സന്ദേശം എത്തിക്കാൻ അവൻ ഞങ്ങളെ നിയോഗിച്ചു. അതുകൊണ്ട് ക്രിസ്തുവിനു വേണ്ടി പ്രസംഗിക്കാൻ ഞങ്ങൾ അയക്കപ്പെട്ടിരിക്കുന്നു. അത് ദൈവം ഞങ്ങളിലൂടെ ജനങ്ങളെ വിളിക്കുന്നത് പോലെയായിരുന്നു. നിങ്ങൾ ദൈവവുമായി സമാധാനത്തിൽ കഴിയണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിന്റെ പേരിൽ സംസാരിക്കുകയാണ്. ക്രിസ്തുവിൽ പാപമില്ലായിരുന്നു, എന്നാൽ ദൈവം അവനെ ഞങ്ങളെ പ്രതി പാപമാക്കി. ദൈവസമക്ഷം ഞങ്ങൾ ക്രിസ്തുവിൽ നീതീകരിക്കപ്പെടുന്നതിനാണ് അവൻ ഇങ്ങനെ ചെയ്തത്. 2 കൊരിന്ത്യർ അധ്യായം 6. ഞങ്ങൾ ദൈവത്തോടൊത്ത് പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു, ദൈവത്തിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ച കൃപ വ്യർത്ഥമാക്കരുത്. ദൈവം പറയുന്നു, തക്ക സമയത്ത് ഞാൻ നിന്നെ കേട്ടു, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിനക്ക് സഹായവും നൽകി. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതാണ് തക്ക സമയം, രക്ഷയുടെ ദിവസം ഇതാകുന്നു. ഞങ്ങളുടെ പ്രവൃത്തിയിൽ ജനങ്ങൾ എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും ഞങ്ങൾ ചെയ്യുകയില്ല. പക്ഷേ യാതനകൾ സഹിച്ചും കുഴപ്പങ്ങളിൽ അകപ്പെട്ടും പ്രയാസപ്പെട്ടും വലിയ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടും എല്ലാ മാർഗത്തിലും ദൈവത്തിന്റെ ദാസന്മാരാണെന്ന് ഞങ്ങൾ കാണിക്കുന്നു. മർദ്ദിക്കപ്പെടുകയും തടവറയിലേക്ക് എറിയപ്പെടുകയും ചെയ്യുന്നു. ജനങ്ങൾ കോപാകുലരായി ഞങ്ങൾക്കെതിരായി ലഹളകൾ സംഘടിപ്പിക്കുന്നു. പലപ്പോഴും ഊണും ഉറക്കവുമില്ലാതെ ഞങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നു. ഞങ്ങൾ അറിവിലും ക്ഷമയിലും കാരുണ്യത്തിലും പരിശുദ്ധിയിലും കൂടി ദൈവത്തിന്റെ ദാസന്മാരാണെന്ന് കാണിച്ചു കൊടുത്തു. പരിശുദ്ധാത്മാവിലൂടെയും യഥാർത്ഥ സ്നേഹത്തിലൂടെയും സത്യം പറഞ്ഞും ദൈവത്തിന്റെ ശക്തിയിലൂടെയും ഞങ്ങൾ അത് കാണിച്ചു. എല്ലാത്തിനും ഞങ്ങൾക്ക് വേണ്ടി വാദിക്കുവാനുള്ള അവകാശം ഞങ്ങൾ നേരായ മാർഗത്തിൽ ഉപയോഗിക്കുന്നു. ചിലർ ഞങ്ങളെ ആദരിക്കുന്നു, പക്ഷേ മറ്റു ചിലർ ഞങ്ങളെ അപമാനിക്കുന്നു. ചിലർ ഞങ്ങളെപ്പറ്റി നല്ലത് പറയുന്നെങ്കിലും വേറെ ചിലർ ദുഷിച്ചു പറയുന്നു. ചിലർ ഞങ്ങളെ നുണയന്മാരെന്ന് വിളിക്കുന്നു, പക്ഷേ ഞങ്ങൾ സത്യം പറയുന്നവരാണ്. ചിലർ ഞങ്ങളെ അപരിചിതരായി കരുതി, പക്ഷേ വളരെ പേർക്ക് ഞങ്ങളെ അറിയാം. ഞങ്ങൾ മരിക്കുന്നത് പോലെ കാണപ്പെട്ടു, പക്ഷെ നോക്കൂ, ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ശിക്ഷിക്കപ്പെട്ടുവെങ്കിലും ഞങ്ങൾ കൊല്ലപ്പെട്ടില്ല. ഞങ്ങൾക്ക് ദുഃഖിക്കാൻ ഏറെയുണ്ടെങ്കിലും ഞങ്ങൾ എപ്പോഴും ഉല്ലസിക്കുന്നു. ഞങ്ങൾ പാവങ്ങളാണെങ്കിലും വിശ്വാസത്തിൽ അനേകം പേരെ ഞങ്ങൾ ധനികരാക്കുന്നു. ഞങ്ങൾ ഒന്നുമില്ലാത്തവരെങ്കിലും ഞങ്ങൾക്കെല്ലാം ഉണ്ട്. കൊരിന്ത്യരായ നിങ്ങളോട് ഞങ്ങൾ സ്വതന്ത്രമായി സംസാരിച്ചു. ഞങ്ങൾ നിങ്ങളോട് ഹൃദയം തുറന്നു. നിങ്ങളോടുള്ള ഞങ്ങളുടെ സ്നേഹവികാരങ്ങൾ നിലച്ചിട്ടില്ല. നിങ്ങളാണ് നിങ്ങളുടെ സ്നേഹത്തിന് തടസ്സമുണ്ടാക്കിയത്. നിങ്ങൾ എന്റെ മക്കൾ എന്ന പോലെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഞങ്ങൾ നിങ്ങളോട് ചെയ്തതുപോലെ തന്നെ ചെയ്യുകയും നിങ്ങളുടെ ഹൃദയം തുറക്കുകയും ചെയ്യുക. നിങ്ങൾ അവിശ്വാസികളെപ്പോലുള്ളവരല്ല, അതിനാൽ നിങ്ങൾ അവരോട് ചേരാതിരിക്കുക. നന്മയും തിന്മയും ഒരുമിച്ചിരിക്കില്ല, ഇരുട്ടും വെളിച്ചവും ഒന്നിച്ചിരിക്കുകയില്ല. ക്രിസ്തുവിനും പിശാചിനും എങ്ങനെ ചേരാനാകും?
ഒരു അവിശ്വാസിക്ക് വിശ്വാസിയോടൊത്ത് എന്ത് ചെയ്യാനാകും? ദൈവാലയത്തിന് വിഗ്രഹങ്ങളുമായി ഒരു ചേർച്ചയുമില്ല. ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയം നമ്മളാകുന്നു. ദൈവം പറഞ്ഞതുപോലെ, ഞാൻ അവരിൽ വസിക്കുകയും അവരോടൊത്ത് നടക്കുകയും ചെയ്യും. ഞാൻ അവരുടെ ദൈവവും അവരെന്റെ ജനതയുമായിരിക്കും. അതിനാൽ നിങ്ങൾ അവരിൽ നിന്ന് അകലുക, സ്വയം അവരിൽ നിന്ന് വേർപെടുക. കർത്താവ് പറയുന്നു, അശുദ്ധമായതൊന്നിനെയും തുടരുത്, അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും. ഞാൻ നിങ്ങളുടെ പിതാവായിരിക്കും, നിങ്ങൾ എന്റെ പുത്രന്മാരും പുത്രികളും. സർവശക്തനായ കർത്താവ് പറയുന്നു. 2 കൊരിന്ത്യർ അധ്യായം 7. പ്രിയപ്പെട്ട സ്നേഹിതരെ, നമുക്ക് ദൈവത്തിൽ നിന്ന് ഈ വാഗ്ദാനങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും അശുദ്ധമാക്കുന്ന എല്ലാത്തിൽ നിന്നും നമുക്ക് മോചനം നേടണം. നമ്മൾ ജീവിക്കുന്ന മാർഗത്തിൽ തന്നെ പൂർണ്ണരാകുവാൻ നമുക്ക് ശ്രമിക്കാം. കാരണം നമ്മൾ ദൈവത്തെ ബഹുമാനിക്കുന്നു. നിങ്ങളുടെ ഹൃദയം ഞങ്ങൾക്ക് തുറക്കുക. ഞങ്ങൾ ആരോടും തെറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾ ആരുടെയും വിശ്വാസത്തെ നശിപ്പിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്തിട്ടില്ല. നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല ഞാനിത് പറയുന്നത്. നിങ്ങളോടൊത്ത് ജീവിക്കാനും മരിക്കാനും ഞങ്ങൾ തയ്യാറാണെന്നും അത്രമാത്രം ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്നും ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നിങ്ങളിൽ വലിയ വിശ്വാസമുണ്ട്. ഞാൻ നിങ്ങളിൽ അഭിമാനിക്കുന്നു. നിങ്ങൾ എനിക്ക് വളരെ ധൈര്യം തരുന്നു. ഞങ്ങളുടെ എല്ലാ കഷ്ടതകളിലും എനിക്ക് വലിയ ആഹ്ലാദം തോന്നുന്നു. മക്കദോനിയയിലെത്തിയപ്പോൾ ഞങ്ങൾക്ക് വിശ്രമമുണ്ടായില്ല. ഞങ്ങൾക്ക് ചുറ്റും കഷ്ടതകളായിരുന്നു. ഞങ്ങൾക്ക് ഉള്ളിൽ ഭയവും പുറത്ത് യുദ്ധവുമായിരുന്നു. പക്ഷേ പ്രശ്നങ്ങളുള്ളവരെ ദൈവം ആശ്വസിപ്പിക്കുന്നു. തീത്തോസ് വന്നപ്പോൾ ദൈവം ഞങ്ങളെ ആശ്വസിപ്പിച്ചു. അവന്റെ വരവും അവന് നിങ്ങൾ നൽകിയ ആശ്വാസവും ഞങ്ങളെ ആശ്വസിപ്പിച്ചു. നിങ്ങൾക്ക് എന്നെ കാണുവാനുള്ള ആഗ്രഹം തീത്തോസ് ഞങ്ങളോട് പറഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവൃത്തികളിൽ വളരെ ദുഃഖമുണ്ടെന്ന് അവൻ ഞങ്ങളോട് പറഞ്ഞു. നിങ്ങൾക്ക് എന്റെ മേലുള്ള മഹത്തായ ശ്രദ്ധയെക്കുറിച്ചും തീത്തോസ് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ ഏറെ സന്തോഷിച്ചു. ഞാൻ നിങ്ങൾക്കയച്ച എഴുത്ത് നിങ്ങളെ മുമ്പ് ദുഃഖിതരാക്കിയിരുന്നു. എങ്കിലും അങ്ങനെ എഴുതിയതിൽ എനിക്ക് കുണ്ഠിതമില്ല. ആ കത്ത് നിങ്ങളെ വേദനിപ്പിച്ചു എന്നെനിക്കറിയാം. അതിൽ ഞാൻ ദുഃഖിക്കുന്നു. പക്ഷേ കുറച്ചു കാലത്തേക്കല്ലേ വേദന ഉണ്ടായുള്ളൂ. ഇപ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു. നിങ്ങളെ ദുഃഖിതരാക്കിയതിലല്ല, നിങ്ങളുടെ സങ്കടം നിങ്ങളിൽ മാനസാന്തരമുണ്ടാക്കി എന്നതിലാണ് എന്റെ സന്തോഷം. ദൈവേച്ഛ പോലെ തന്നെ നിങ്ങൾ ദുഃഖിതരായി. അതിനാൽ നിങ്ങൾ ഒരു വഴിയിലും ഞങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ടില്ല. ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം ഖേദിക്കുന്ന ഒരുവന് മാനസാന്തരം സംഭവിക്കുന്നു. ഇത് ഒരുവനെ രക്ഷയിലേക്ക് നയിക്കുന്നു. നമുക്കതിൽ ദുഃഖിക്കേണ്ടതില്ല. എന്നാൽ ലോകത്തിനുള്ള ദുഃഖത്തിന്റെ രീതി മരണത്തെ വരുത്തും. ദൈവികമായ ദുഃഖം നിങ്ങൾക്കുണ്ടായിരുന്നു. ഇപ്പോൾ ആ ദുഃഖം നിങ്ങൾക്ക് എന്താണ് കൊണ്ടുവന്നതെന്ന് കാണുക. ആ ദുഃഖം നിങ്ങളെ വളരെ ഗൗരവക്കാരാക്കി. നിങ്ങൾ തെറ്റുകാരല്ലെന്ന് സ്ഥാപിക്കാൻ നിങ്ങൾക്കത് ആഗ്രഹമുണ്ടാക്കി. അത് നിങ്ങളെ കോപാകുലരും ഭീരുക്കളുമാക്കി. അത് എന്നെ കാണുന്നതിന് നിങ്ങളെ പ്രേരിപ്പിച്ചു. അത് നിങ്ങളെ ശ്രദ്ധാലുക്കളാക്കി. ശരി മാത്രം ചെയ്യുന്നതിന് അത് നിങ്ങളെ പ്രേരിപ്പിച്ചു. ആ പ്രശ്നത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റവിമുക്തരാക്കുകയും ചെയ്തു. ഞാൻ ആ കത്തെഴുതിയത് ഉപദ്രവം ചെയ്തവനോ ഉപദ്രവിക്കപ്പെട്ടവനോ വേണ്ടിയുമല്ല, പക്ഷേ നിങ്ങൾക്ക് ഞങ്ങളുടെ മേലുള്ള ശുഷ്കാന്തി ദൈവത്തിനു മുമ്പാകെ കാണിക്കുന്നതിനായിരുന്നു ഞാൻ ആ കത്തെഴുതിയത്. അതുകൊണ്ടാണ് ഞങ്ങൾ ആശ്വസിപ്പിക്കപ്പെട്ടത്. ഞങ്ങൾ വളരെ ആശ്വസിപ്പിക്കപ്പെട്ടു. കൂടാതെ തീത്തോസിന്റെ ആഹ്ലാദത്തിൽ ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷമുളവായി. നിങ്ങളെല്ലാവരും അവന്റെ മനസ്സിന് സ്വസ്ഥത നൽകി. നിങ്ങളെക്കുറിച്ച് ഞാൻ തീത്തോസിനു മുമ്പിൽ പ്രശംസ നടത്തി. നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് തെറ്റു പറ്റിയില്ലെന്നും നിങ്ങൾ തെളിയിച്ചു. നിങ്ങളെല്ലാവരും അനുസരിക്കാൻ തയ്യാറായിരുന്നുവെന്നും ഓർക്കുമ്പോൾ നിങ്ങളിലുള്ള അവന്റെ സ്നേഹം അധികം വർദ്ധിക്കുന്നു. നിങ്ങൾ അവനെ ഭയത്തോടും വിറയലോടും സ്വീകരിച്ചു. എനിക്ക് നിങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കാമെന്നതിനാൽ വളരെ സന്തോഷം.
2 കൊരിന്ത്യർ അധ്യായം 8. സഹോദരന്മാരെ, മക്കദോന്യയിലെ സഭകൾക്ക് ദൈവം നൽകിയ കൃപയെക്കുറിച്ച് നിങ്ങളെ അറിയിക്കാൻ ഇപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വലിയ ദുരന്തങ്ങളിലൂടെ ആ വിശ്വാസികൾ പരീക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അവർ വളരെ പാവങ്ങളാണ്. എന്നാൽ അവർ തങ്ങൾക്കുണ്ടായ മഹത്തായ ആനന്ദം കൊണ്ട് വളരെ ദാനം ചെയ്തു. കഴിയാവുന്നത്ര അവർ ദാനം ചെയ്തുവെന്ന് എനിക്ക് നിങ്ങളോട് പറയുവാൻ കഴിയും. താങ്ങാവുന്നതിലധികം പോലും ആ വിശ്വാസികൾ ദാനം ചെയ്തു. സൗജന്യമായാണ് അവരിത് ചെയ്തത്, ആരും പറഞ്ഞിട്ടുമല്ല. ദൈവത്തിന്റെ ജനതയ്ക്കായി ആ ശുശ്രൂഷ പങ്കുവയ്ക്കാൻ തങ്ങളെ അനുവദിക്കണമെന്ന് അവർ തങ്ങളോട് വീണ്ടും വീണ്ടും യാചിച്ചു. ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലാണവർ ദാനം ചെയ്തത്. അവർ പണം ദാനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ തങ്ങളെ തന്നെ കർത്താവിനും ഞങ്ങൾക്കുമായി നൽകിക്കഴിഞ്ഞിരുന്നു. അതാണ് ദൈവം ആഗ്രഹിക്കുന്നതും. അതുകൊണ്ട് കൃപയുടേതായ ഈ പ്രവൃത്തികൾ ചെയ്തു തീർക്കുന്നതിന് നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ തീത്തോസിനോട് ആവശ്യപ്പെട്ടു. തീത്തോസ് ആണ് ആ ജോലി തുടങ്ങിയത്. നിങ്ങൾ എല്ലാ കാര്യത്തിലും സമ്പന്നരാണ്. വിശ്വാസത്തിൽ, വചനത്തിൽ, അറിവിൽ, എല്ലാ കാര്യത്തിലുമുള്ള ഔത്സുക്യത്തിൽ, ഞങ്ങളിൽ നിന്ന് പഠിച്ച സ്നേഹത്തിൽ, അതുപോലെ ദാനം ചെയ്യുന്നതിലും നിങ്ങൾ സമ്പന്നരാകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദാനം ചെയ്യുവാൻ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുകയല്ല. എന്നാൽ നിങ്ങളുടെ സ്നേഹം യഥാർത്ഥ സ്നേഹമാണോ എന്നാണ് എനിക്കറിയേണ്ടത്. മറ്റുള്ളവർ സഹായിക്കുന്നതിൽ എത്രമാത്രം തൽപരരാണെന്ന് കാണിച്ചു തന്നുകൊണ്ടാണ് ഞാൻ അത് ചെയ്യുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയെപ്പറ്റി നിങ്ങൾക്കറിയാം. ക്രിസ്തു ധനികനായിരുന്നു, പക്ഷേ നിങ്ങളെ ധനികരാക്കാൻ വേണ്ടി അവൻ ദരിദ്രനായി. നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. കഴിഞ്ഞ വർഷം ദാനം ചെയ്യേണ്ടുന്നവരിൽ മുമ്പന്മാർ നിങ്ങളായിരുന്നു. നൽകിയവരിലും നിങ്ങളായിരുന്നു മുമ്പന്മാർ. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ തുടങ്ങിയ ജോലി മുഴുമിപ്പിക്കുക. അപ്പോൾ നിങ്ങളുടെ പ്രവൃത്തികൾ ചെയ്യുവാനുള്ള നിങ്ങളുടെ ആഗ്രഹത്തോട് സമമാകും. നിങ്ങൾക്കുള്ളതിൽ നിന്നും ദാനം ചെയ്യുക. നൽകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ദാനം സ്വീകരിക്കപ്പെടും. നിങ്ങൾക്കുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ ദാനം വിലയിരുത്തപ്പെടുന്നത്, അല്ലാതെ ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിലല്ല. മറ്റുള്ളവർ ആശ്വസിപ്പിക്കപ്പെടുമ്പോൾ നിങ്ങൾ കഷ്ടത അനുഭവിക്കുന്നത് കാണുന്നത് ഞങ്ങൾക്കിഷ്ടമില്ല. എല്ലാത്തിലും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സമത്വമാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് ധാരാളമുണ്ട്. നിങ്ങൾക്കുള്ള ഈ സാധനങ്ങൾ മറ്റുള്ളവർക്ക് ആവശ്യമുള്ളത് നൽകുവാൻ സഹായിക്കും. പിന്നീട് അവർക്ക് ആവശ്യത്തിനുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നൽകാൻ അവർക്ക് കഴിയും. അങ്ങനെ എല്ലാവരും തുല്യരാകും. തിരുവെഴുത്തുകളിൽ എഴുതപ്പെട്ടതുപോലെ, ധാരാളം സമ്പാദിച്ചവന് അധികമുണ്ടാകില്ല, അധികം സമ്പാദിക്കാത്തവന് തീരെ ഇല്ലാതാകുകയുമില്ല. എനിക്ക് നിങ്ങളോടുള്ള അതേ സ്നേഹം തീത്തോസിന്റെ ഹൃദയത്തിൽ നിറച്ചതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. ഞങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെട്ടത് തീത്തോസ് സ്വീകരിച്ചു. നിങ്ങളിലേക്ക് വരുവാൻ അവൻ വളരെയേറെ താല്പര്യപ്പെട്ടതിനാൽ സ്വന്തം ഇച്ഛയ്ക്കടിമപ്പെട്ട് അവൻ ഇപ്പോൾ പുറപ്പെടുന്നു. എല്ലാ സഭാംഗങ്ങളും പ്രകീർത്തിക്കുന്ന സഹോദരനെ ഞങ്ങൾ തീത്തോസിനോടൊപ്പം അയക്കുന്നു. സുവിശേഷത്തെ സേവിച്ചതിനാലാണ് അയാൾ കീർത്തിമാനായത്. ഈ ദാനവുമായുള്ള ഞങ്ങളുടെ യാത്രയിൽ അനുഗമിക്കാനും സഭ ഈ സഹോദരനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. കർത്താവിന് മഹത്വം കൊണ്ടുവരുന്നതിനാണ് ഞങ്ങൾ ഈ പ്രവൃത്തികൾ ചെയ്യുന്നത്. കൂടാതെ സേവനത്തിനുള്ള ഞങ്ങളുടെ സന്നദ്ധത പ്രകടിപ്പിക്കാനും ഉദാരമായ ദാനം കൈകാര്യം ചെയ്യുന്ന രീതിയെക്കുറിച്ചുണ്ടായേക്കാവുന്ന വിമർശനങ്ങൾക്കെതിരെ മുൻകരുതലുകളും ആവശ്യമാണ്. കർത്താവിന്റെ ദൃഷ്ടിയിൽ മാത്രമല്ല, മനുഷ്യന്റെ കണ്ണിലും ശരിയായ കൃത്യം ചെയ്യണമെന്ന നിർബന്ധമേ ഞങ്ങൾക്കുള്ളൂ. സദാ സേവന സന്നദ്ധനായ ഞങ്ങളുടെ സഹോദരനെ കൂടി അവരോടൊത്തയക്കുന്നു. പലതരത്തിൽ അവനത് തെളിയിച്ചിട്ടുണ്ട്. അവന് നിങ്ങളിൽ വളരെ വിശ്വാസമുള്ളതുകൊണ്ട് വരുവാൻ കൂടുതൽ തിടുക്കമുണ്ട്. ഇനി തീത്തോസിനെ കുറിച്ച്, ഞങ്ങളുടെ ദൗത്യത്തിൽ പങ്കാളിയായ അവൻ എന്നോടൊത്ത് നിങ്ങളെ സഹായിക്കാൻ പ്രവർത്തിക്കുകയാണ്. മറ്റ് സഹോദരന്മാരെ പറ്റി സഭകളയച്ച അവർ ക്രിസ്തുവിന് മഹത്വം കൊടുക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ സ്നേഹമുണ്ടെന്ന് അവർക്ക് കാട്ടിക്കൊടുക്കുക.
ഞങ്ങൾ നിങ്ങളെ ചൊല്ലി എന്തുകൊണ്ട് അഭിമാനിക്കുന്നുവെന്ന് അവരെ കാണിക്കുക. അപ്പോൾ എല്ലാ സഭകൾക്കും അത് കാണുവാൻ കഴിയും. 2 കൊരിന്ത്യർ അധ്യായം 9. ദൈവത്തിന്റെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സഹായത്തെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾ സഹായ സന്നദ്ധരാണെന്ന് എനിക്കറിയാം. നിങ്ങളുടെ നല്ല മനസ്ഥിതിയെപ്പറ്റി മക്കദോനിയയിലെ ജനതയോട് ഞാൻ പുകഴ്ത്തി പറയാറുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം വരെ അഖായക്കാരായ നിങ്ങൾ ദാനം ചെയ്യുവാൻ സന്നദ്ധരായിരുന്നുവെന്ന് ഞാൻ അവരോട് പറഞ്ഞു. ദാനം ചെയ്യുവാനുള്ള നിങ്ങളുടെ സന്നദ്ധത ഇവിടുത്തെ ചിലരെ കൂടി അതിന് സന്നദ്ധരാക്കി. പക്ഷേ ഞാൻ ഈ സഹോദരന്മാരെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കുന്നു. നിങ്ങളെ ചൊല്ലി ഞങ്ങൾക്കുള്ള അഭിമാനം വ്യർത്ഥമാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഒരുങ്ങിയിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മക്കദോന്യക്കാർ ആരെങ്കിലും എന്നോടൊപ്പം വന്ന് നോക്കുമ്പോൾ നിങ്ങൾ തയ്യാറായിരിക്കുന്നില്ല എന്ന് കണ്ടാൽ ഞങ്ങൾക്ക് അത് നാണക്കേടാകും. ഞങ്ങൾ നിങ്ങളിൽ അത്രമാത്രം വിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു. നിങ്ങൾക്കും ലജ്ജിക്കേണ്ടി വരും. അതുകൊണ്ടാണ് എന്നേക്കാൾ മുമ്പേ നിങ്ങളെ വന്ന് കാണാൻ ഈ സഹോദരന്മാരോട് ആവശ്യപ്പെടാൻ എനിക്ക് തോന്നിയത്. നിങ്ങൾ വാഗ്ദാനം ചെയ്ത ദാനം ഒരുക്കി വയ്ക്കാൻ അവർക്ക് കഴിയും. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ അത് തയ്യാറായിരിക്കും. നിങ്ങൾ കൊടുക്കാൻ തയ്യാറായിരുന്ന ദാനം, കൊടുക്കാൻ നിർബന്ധിക്കപ്പെടാത്ത ദാനം. ഇത്രയും ഓർക്കുക. അല്പം മാത്രം വിതയ്ക്കുന്നവൻ കുറച്ചു മാത്രം കൊയ്യുന്നു. പക്ഷേ അധികം വിതയ്ക്കുന്നയാൾ അധികം കൊയ്യുന്നു. നൽകാൻ ഓരോരുത്തരും മനസ്സിൽ നിശ്ചയിച്ചത് നൽകണം. മനസ്സ് നൊന്ത് ഒന്നും കൊടുക്കരുത്. നിർബന്ധത്താലും കൊടുക്കരുത്. സന്തോഷത്തോടെ നൽകുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടതിലധികം അനുഗ്രഹം നൽകാനും കഴിയും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ധാരാളമുണ്ടാകും. ഓരോ നല്ല പ്രവൃത്തിക്ക് നൽകുവാനും നിങ്ങൾക്ക് അനവധി ഉണ്ടാകും. തിരുവെഴുത്തുകളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവൻ ഔദാര്യമായി പാവങ്ങൾക്ക് നൽകുന്നു, അവന്റെ ദയ എന്നെന്നും നിലനിൽക്കും. വിതയ്ക്കുന്നവന് വിത്ത് നൽകുന്നത് ദൈവമാണ്. അവൻ ആഹാരത്തിന് അപ്പവും നൽകുന്നു. ദൈവം നിങ്ങൾക്ക് ആത്മീയ വിത്തുകൾ നൽകുകയും അവയെ വളർത്തുകയും ചെയ്യും. നിങ്ങളുടെ നന്മയിൽ അവൻ നല്ല വിളവുണ്ടാക്കും. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമായി ദാനം ചെയ്യുന്നതിന് ദൈവം നിങ്ങളെ എല്ലാ അർത്ഥത്തിലും ധനികരാക്കും. ഞങ്ങളിലൂടെ നിങ്ങൾ നടത്തുന്ന ദാനധർമ്മങ്ങൾക്ക് ജനങ്ങൾ ദൈവത്തിന് നന്ദി പറയാൻ പ്രേരിതരാകും. നിങ്ങൾ നൽകുന്ന സേവനങ്ങൾ ദൈവത്തിന്റെ ജനതയ്ക്ക് വലിയ സഹായമാകും. കൂടാതെ നിങ്ങളുടെ സേവനം മറ്റു ചിലതും കൂടുതലായി കൊണ്ടുവരും. ദൈവത്തിന് കൂടുതൽ കൂടുതൽ നന്ദി അത് വാങ്ങിക്കൊടുക്കും. നിങ്ങളുടെ ഈ പ്രവൃത്തികൾ നിങ്ങളുടെ വിശ്വാസത്തിന് തെളിവായിരിക്കും. അതുമൂലം ദൈവത്തെ ജനങ്ങൾ സ്തുതിക്കും. ക്രിസ്തുവിന്റെ സുവിശേഷം, നിങ്ങൾ വിശ്വസിക്കുന്ന സുവിശേഷം നിങ്ങൾ അനുസരിക്കുന്നത് കൊണ്ട് അവർ ദൈവത്തെ വാഴ്ത്തും. നിങ്ങൾ അവരുമായും മറ്റുള്ളവരുമായും സ്വതന്ത്രമായി പങ്കുവയ്ക്കുന്നത് കൊണ്ട് ജനങ്ങൾ ദൈവത്തെ വാഴ്ത്തും. അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളിൽ ചൊരിഞ്ഞ മഹത്തായ കൃപയെ ചൊല്ലി കൂടുതൽ വാത്സല്യത്തോടെ പ്രാർത്ഥിക്കാം. വിശദീകരിക്കാനാവാത്ത അവന്റെ വരത്തിന് ദൈവത്തിന് സ്തുതി പാടുക. 2 കൊരിന്ത്യർ അധ്യായം 10. ഞാൻ പൗലോസ് നിങ്ങളോട് അപേക്ഷിക്കുന്നു. ക്രിസ്തുവിന്റെ സൗമ്യതയുടെയും കാരുണ്യത്തിന്റെയും പേരിൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളോടൊത്ത് ആയിരിക്കുമ്പോൾ ഞാൻ വിനീതനും ദൂരെയായിരിക്കുമ്പോൾ ഞാൻ ധൈര്യശാലിയുമാണെന്ന് ചിലർ പറയുന്നു. ഞങ്ങളുടേത് ഒരു ലൗകിക ജീവിതമാണെന്നാണ് ചിലർ കരുതുന്നത്. ഞാൻ വരുമ്പോൾ അവർക്കെതിരെ തന്റേടമായി പെരുമാറാനാണ് എന്റെ ഉദ്ദേശം. അത് നിങ്ങളുടെ ഇടയിൽ പ്രകടിപ്പിച്ച് തെളിയിക്കാൻ ഇടയാക്കരുതേ എന്നാണ് എന്റെ ആഗ്രഹം. ഞങ്ങൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. എന്നാലും ഈ ലോകം പ്രകടിപ്പിക്കുന്ന യുദ്ധമല്ല ഞങ്ങൾ ചെയ്യുന്നത്. ലൗകികമായ ആയുധങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ആയുധങ്ങളാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഞങ്ങളുടെ ആയുധങ്ങൾക്ക് ദൈവത്തിൽ നിന്നുള്ള ശക്തിയുണ്ട്. ശത്രുവിന്റെ ശക്തിസ്ഥലങ്ങളെ നശിപ്പിക്കാൻ ഈ ആയുധങ്ങൾക്കാകും. ജനങ്ങളുടെ വാദങ്ങളെ ഞങ്ങൾ തകർക്കും. ദൈവജ്ഞാനത്തിനെതിരായിരുന്ന
എല്ലാ അഹന്തകളെയും ഞങ്ങൾ തകർക്കും. എല്ലാ വിചാരത്തെയും പിടിച്ച് ഞങ്ങൾ ക്രിസ്തുവിന് വിധേയമാക്കും. അനുസരിക്കാത്ത ആരെയും ശിക്ഷിക്കാനും ഞങ്ങൾ തയ്യാറാണ്. എന്നാൽ ആദ്യം നിങ്ങളെ പൂർണ്ണമായും അനുസരിപ്പിക്കുകയാണ് ഞങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് മുമ്പിലുള്ള വസ്തുതകളെ നിങ്ങൾ കാണണം. ആർക്കെങ്കിലും താൻ ക്രിസ്തുവിൻ്റെതാണെന്ന് ഉറപ്പ് തോന്നുന്നുണ്ടെങ്കിൽ അയാളെപ്പോലെ തന്നെ ഞങ്ങളും ക്രിസ്തുവിന്റെ ആളുകളാണെന്ന് അയാൾ ഓർമ്മിക്കണം. കർത്താവ് ഞങ്ങൾക്ക് തന്ന അധികാരങ്ങളിൽ ഞങ്ങൾ പൊങ്ങച്ചം കൊള്ളുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഞങ്ങൾക്ക് ഈ ശക്തി നൽകപ്പെട്ടത് നിങ്ങളെ ശക്തരാക്കാനാണ്, വേദനിപ്പിക്കാനല്ല. അതിനാൽ ആ അഭിമാനത്തിൽ എനിക്ക് ലജ്ജയില്ല. എന്റെ കത്തുകളിലൂടെ ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് നിങ്ങൾ കരുതരുതെന്ന് ഉണ്ടെനിക്ക്. ചിലർ പറയുന്നു, പൗലോസിന്റെ കത്തുകൾ ശക്തവും തീക്ഷ്ണവുമാണ്. എന്നാൽ ഞങ്ങളോട് ഒത്തിരിക്കുമ്പോൾ അവൻ ദുർബലനാണ്. അവന്റെ സംസാരം മനസ്സിൽ ആഞ്ഞു തറയ്ക്കുന്നതല്ല. അവർ ഇതറിയട്ടെ, ഞങ്ങളിപ്പോൾ നിങ്ങളോടൊത്ത് ഇല്ലാത്തതുകൊണ്ടാണ് കത്തെഴുതുന്നത്. പക്ഷേ ഞങ്ങൾ നിങ്ങളോടൊത്ത് ഉണ്ടാകുമ്പോഴും കത്തുകളിൽ കാണുന്ന അതേ ശക്തിയും കരുത്തും ഞങ്ങൾക്കുണ്ടാകും. സ്വയം പ്രമാണിമാരെന്ന് കരുതുന്നവരോടൊത്തുചേരാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. ഞങ്ങൾ ഞങ്ങളെ അവരോട് താരതമ്യം ചെയ്യുന്നുമില്ല. അവർ സ്വയം മാനദണ്ഡമാക്കി അളക്കുകയും സ്വന്തം നിലവാരത്തിനൊത്ത് വിധിക്കുകയും ചെയ്യുന്നു. അവരുടെ അജ്ഞതയാണ് അത് കാണിക്കുന്നത്. എന്നാൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രവൃത്തിയുടെ അതിരുകൾ വിട്ട് ഞങ്ങൾ ആത്മപ്രശംസ നടത്തുകയില്ല. ദൈവം തന്ന പ്രവൃത്തിയാണത്. നിങ്ങളുടെ പ്രവൃത്തികളും അതിൽപ്പെടും. ഞങ്ങൾ വളരെയൊന്നും ആത്മപ്രശംസ നടത്തുകയില്ല. ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്നിരുന്നില്ലെങ്കിൽ ഞങ്ങൾ കൂടുതൽ പൊങ്ങച്ചം പറയുമായിരുന്നു. എന്നാൽ ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നു, ക്രിസ്തുവിന്റെ സുവിശേഷവുമായി. ഞങ്ങളുടേതായ അധ്വാനത്തിന്റെ പരിധിയിൽ ഞങ്ങളുടെ അഭിമാനത്തെ നിർത്തുന്നു. മറ്റുള്ളവരുടെ അധ്വാനത്തിൽ ഞങ്ങൾ അഭിമാനിക്കില്ല. നിങ്ങളുടെ വിശ്വാസം തുടർന്നും വളരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങളുടെ പ്രവൃത്തി വളരുവാൻ നിങ്ങൾ സഹായിക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ നഗരത്തിനുമപ്പുറം സുവിശേഷം പ്രസംഗിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മറ്റൊരാളുടെ പ്രദേശത്ത് നിർവഹിക്കപ്പെട്ട പ്രവൃത്തിയുടെ കാര്യത്തിൽ അഹങ്കരിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. പക്ഷേ അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കുക. താൻ സ്വീകാര്യനാണെന്ന് സ്വയം പറയുന്നവനല്ല, നല്ലവനെന്ന് കർത്താവ് പറയുന്നവനാണ് അംഗീകരിക്കപ്പെടുക. 2 കൊരിന്ത്യർ അധ്യായം 11. എന്റെ അല്പമായ ബുദ്ധിഹീനത പൊറുക്കുവാനുള്ള ക്ഷമ നിങ്ങൾക്കുണ്ടാകണമെന്ന് ഞാൻ ആശിക്കുന്നു. അതെ, ദയവായി ക്ഷമിക്കുക. പക്ഷേ നിങ്ങൾ ഇപ്പോൾ തന്നെ ക്ഷമിച്ചിരിക്കുന്നു. ദൈവീകമായ അസൂയ എനിക്ക് നിങ്ങളോടുണ്ട്. ക്രിസ്തു എന്ന ഏക പുരുഷന് ഞാൻ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. പരിശുദ്ധ കന്യകയായി ഞാൻ നിങ്ങളെ അവന് നൽകേണ്ടതിന് തന്നെ. എന്നാൽ നിങ്ങളുടെ ശുദ്ധവും ഏക മനസ്സോടു കൂടിയതുമായ ക്രിസ്തു ഭക്തിയിൽ നിന്നും നിങ്ങളുടെ മനസ്സ് അകറ്റപ്പെടുമെന്ന് ഞാൻ ഭയക്കുന്നു. ചതിയനായ സർപ്പം ഹവ്വയെ ദുർമാർഗത്തിലേക്ക് നയിച്ചതുപോലെ അത് സംഭവിക്കാം. മറ്റൊരാൾ വന്ന് ക്രിസ്തുവിനെ പറ്റി ഞങ്ങൾ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായ കാര്യങ്ങൾ പ്രസംഗിക്കുന്നതിനോട് നിങ്ങൾക്ക് വളരെ ക്ഷമയുണ്ട്. ഞങ്ങളിൽ നിന്നും സ്വീകരിച്ചതിൽ നിന്നും വ്യത്യസ്തമായി കിട്ടുന്ന ആത്മാവിനെയും സുവിശേഷത്തെയും നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. അങ്ങനെ ഇക്കാര്യത്തിൽ നിങ്ങൾ എന്നോട് ക്ഷമ കാട്ടണം. ആ മഹാന്മാരായ അപ്പോസ്തലന്മാർ എന്നേക്കാൾ ഒട്ടും കൂടിയവരാണെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ പരിശീലനം സിദ്ധിച്ച പ്രാസംഗികനല്ലെങ്കിലും എനിക്ക് ദൈവികമായ സത്യത്തെക്കുറിച്ച് അറിവുണ്ട്. കൂടാതെ പരിപൂർണമായ സത്യം ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട്. പ്രതിഫലമില്ലാതെ നിങ്ങളോട് സുവിശേഷം പ്രസംഗിച്ചു. അതെ, നിങ്ങളെ ഉയർത്താൻ ഞാൻ സ്വയം വിനീതനാക്കി. അത് തെറ്റായിരുന്നെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഞാൻ മറ്റു സഭകളിൽ നിന്നും പ്രതിഫലം വാങ്ങി. നിങ്ങളെ ശുശ്രൂഷിക്കാനാണ് ഞാൻ അവരുടെ പണം വാങ്ങിയത്. നിങ്ങളോട് ഒപ്പമിരുന്നപ്പോൾ എനിക്ക് വേണ്ടിയിരുന്നതിനൊന്നും ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. മക്കതോനിയയിൽ നിന്ന് വന്ന സഹോദരന്മാർ
എന്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി. ഏത് സാഹചര്യത്തിലും ഞാൻ നിങ്ങൾക്ക് ഇതുവരെ ഭാരമായിട്ടില്ല, ഇനിയും ഒരിക്കലും ഭാരമാകുകയുമില്ല. അക്കാര്യത്തിൽ പുകഴ്ച പറയുന്നതിൽ നിന്ന് ഒരു അഖായക്കാരനും എന്നെ തടയുകയില്ല. എന്നിലുള്ള ക്രിസ്തുവിന്റെ സത്യത്തോടുകൂടിയാണ് ഞാൻ ഇത് പറയുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൊരു ഭാരമാകാത്തത്? നിങ്ങളോട് എനിക്ക് സ്നേഹമില്ലാഞ്ഞിട്ടാണിതെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇല്ല, ദൈവത്തിനറിയാം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. ഞാൻ ഇപ്പോഴത്തെ പ്രവൃത്തികൾ തുടരുകയും ചെയ്യും. പൊങ്ങച്ചം പറയുവാൻ ഒരു കാരണം കൊടുക്കാതെ അവരെ തടയുവാനാണ് ഞാൻ ഇത് തുടരുവാൻ ആഗ്രഹിക്കുന്നത്. അവർക്കും ഞങ്ങളെപ്പോലെ തന്നെ പ്രവർത്തിക്കാനുള്ള പ്രാപ്തിയുണ്ട് എന്നതിന്റെ പേരിൽ അവർ പൊങ്ങച്ചം പറയുന്നത് എനിക്കിഷ്ടമല്ല. അവർ യഥാർത്ഥത്തിൽ അപ്പോസ്തലന്മാരല്ല, അവർ നുണയന്മാരാണ്. തങ്ങൾ ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരാണെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഞങ്ങൾക്കതിൽ അത്ഭുതമില്ലാത്തത് എന്തുകൊണ്ടാണെന്നോ, സാത്താൻ പോലും താൻ വെളിച്ചദൂതനാണെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനായി സ്വയം മാറാറുണ്ട്. അതുകൊണ്ട് സാത്താന്റെ ദൂതന്മാർ ശരിയായതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് തങ്ങളെന്ന മട്ടിൽ രൂപം ധരിച്ചാൽ തങ്ങൾക്ക് അത്ഭുതമുണ്ടാവുകയില്ല. പക്ഷേ അവസാനം അവർ ശിക്ഷിക്കപ്പെടും. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, ഞാനൊരു വിഡ്ഢിയാണെന്ന് ആരും കരുതരുത്. എന്നാൽ ഞാനൊരു വിഡ്ഢിയാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ അങ്ങനെ തന്നെ വേണം നിങ്ങൾ എന്നെ സ്വീകരിക്കുവാൻ. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ആത്മപ്രശംസ നടത്താം. എനിക്ക് എന്നെപ്പറ്റി ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ആത്മപ്രശംസ ചെയ്യുന്നത്. പക്ഷേ എന്റെ ഈ ആത്മപ്രശംസയിൽ കർത്താവ് സംസാരിക്കുന്നത് പോലെയല്ല ഞാൻ സംസാരിക്കുന്നത്. ഒരു വിഡ്ഢിയെപ്പോലെ ഞാൻ ആത്മപ്രശംസ നടത്തുന്നു. അനേകം പേർ തങ്ങളുടെ ലൗകിക ജീവിതത്തെ ചൊല്ലി പുകഴ്ച പറയും. വിവേകം ഉള്ളവരായതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിശൂന്യരെ സന്തോഷമായി സഹിക്കാൻ പറ്റും. നിങ്ങളെ അടിമയാക്കുകയോ മുതലെടുക്കുകയോ തരമെന്ന് കണ്ട് പ്രവർത്തിക്കുകയോ ചെയ്യുന്നവരോടും നിങ്ങളെക്കാൾ കേമനെന്ന് കരുതുന്നവരോടും ചെകിട്ടത്തടിക്കുന്നവരോടും നിങ്ങൾ ക്ഷമിക്കുന്നു. അതിനാൽ നിങ്ങൾക്ക് ക്ഷമിക്കാനാകുമെന്ന് എനിക്കറിയാം. നിങ്ങൾ നിങ്ങളെക്കാൾ മെച്ചപ്പെട്ടവരാണെന്ന് കരുതുന്നവരോടും നിങ്ങൾ ക്ഷമ കാണിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ പോലും ഞാൻ അശക്തനായിരുന്നു എന്ന് സമ്മതിക്കുന്നതിലും എനിക്ക് ലജ്ജയുണ്ട്. എന്നാൽ അഭിമാനിക്കാൻ തക്ക ധൈര്യമുള്ള ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഞാനും അങ്ങനെ ധൈര്യവാനാകും. ഒരു മണ്ടനെ പോലെയാണ് എന്റെ സംസാരം. ആ മനുഷ്യർ എബ്രായക്കാരാണോ? ഞാനും അതെ. അവർ ഇസ്രായേൽക്കാരാണോ? ഞാനും അതെ. അവർ അബ്രഹാമിന്റെ വംശക്കാരാണോ? ഞാനും അത് തന്നെ. അവർ ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുന്നുവോ? ഞാൻ അവനെ കൂടുതൽ ശുശ്രൂഷിക്കുന്നു. ഇങ്ങനെയൊക്കെ പറയാൻ എനിക്ക് കിറുക്ക് തന്നെ. അവരെക്കാൾ വളരെ കഠിനമായി ഞാൻ പ്രവർത്തിച്ചു. കൂടുതൽ തവണ ഞാൻ തടങ്കലിൽ കഴിഞ്ഞു. അവരെക്കാൾ ഏറെ മർദ്ദനം ഞാൻ സഹിച്ചു. പലതവണ ഞാൻ മരണത്തോടടുത്തു. 5 തവണ യഹൂദർ തങ്ങളുടെ ശിക്ഷയായ 39 ചാട്ടിയടി എനിക്ക് നൽകി. 3 വ്യത്യസ്ത സമയങ്ങളിൽ എന്നെ വടികൊണ്ടടിച്ചു. ഒരിക്കൽ കല്ലേറേറ്റ് ഞാൻ മരിക്കാറായിരുന്നു. 3 പ്രാവശ്യം ഞാൻ കപ്പൽ ഛേദങ്ങളിൽപ്പെട്ടു. അതിലൊരു തവണ ഒരു രാത്രിയും പിറ്റേ ദിവസവും ഞാൻ കടലിൽ കഴിഞ്ഞു. വളരെ ദൂരം ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. നദികളിലും കള്ളന്മാർക്ക് മുമ്പിലും യഹൂദർക്കിടയിലും ജാതികൾക്കിടയിലും ഞാൻ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. നഗരങ്ങളിലും വിജന പ്രദേശങ്ങളിലും കടലിലും ഞാൻ അപകടത്തിലായിട്ടുണ്ട്. തങ്ങൾ സഹോദരന്മാരാണെന്ന് നടിക്കുകയും എന്നാൽ യഥാർത്ഥത്തിൽ സഹോദരന്മാർ അല്ലാത്തവരുമായവരുടെ ഇടയിലും ഞാൻ പെട്ടിട്ടുണ്ട്. കഠിനവും ക്ഷീണിപ്പിക്കുന്നതുമായ ജോലികൾ ഞാൻ ചെയ്തു. പലപ്പോഴും എനിക്ക് ഉറങ്ങാൻ കൂടി കഴിഞ്ഞില്ല. ഞാൻ വിശന്നും ദാഹിച്ചും വലഞ്ഞു. പലപ്പോഴും എനിക്ക് ആഹാരം ലഭിച്ചില്ല. തണുപ്പത്ത് ഞാൻ വസ്ത്രമില്ലാതിരുന്നു. മറ്റ് അനേകം പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിലൊന്ന് എല്ലാ സഭകളിലും എനിക്കുള്ള ശ്രദ്ധയാണ്. അവരെക്കുറിച്ച് എനിക്കെന്നും ഉത്കണ്ഠയാണ്. മറ്റൊരാൾ ദുർബലനാകുമ്പോഴൊക്കെ എനിക്കും ദൗർബല്യം അനുഭവപ്പെടും. മറ്റൊരാൾ പാപത്തിലേക്ക് നയിക്കപ്പെടുമ്പോഴൊക്കെ എനിക്ക് വിഷമമുണ്ടാകും. ഞാൻ അഭിമാനിക്കുന്നുവെങ്കിൽ അത് ഞാൻ ദുർബലനാണെന്ന് തെളിയിക്കുന്ന കാര്യങ്ങളുടെ പേരിലായിരിക്കും. ഞാൻ നുണ പറയുകയില്ലെന്ന് ദൈവത്തിനറിയാം.
കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവും ദൈവവുമായ അവനെ എന്നെന്നും വാഴ്ത്തുക. ഞാൻ ദമസ്കോസിലായിരുന്നപ്പോൾ എന്നെ തടവിലാക്കാൻ അരേത്ത രാജാവിന്റെ ഗവർണർ നഗരത്തിനു ചുറ്റും കാവലേർപ്പെടുത്തി. എന്നാൽ എന്റെ ചില സുഹൃത്തുക്കൾ എന്നെ ഒരു കുട്ടയിലാക്കി. അവർ കോട്ടമതിലിലെ ജനലിനുള്ളിൽ കൂടി കുട്ട കടത്തി എന്നെ മെല്ലെ താഴോട്ടിറക്കി. അങ്ങനെ ഞാൻ രക്ഷപ്പെട്ടു. 2 കൊരിന്ത്യർ അധ്യായം 12. ഞാൻ ആത്മപ്രശംസ തുടരേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. എങ്കിലും കർത്താവിൽ നിന്നുണ്ടായ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും പറ്റി ഞാൻ ഇപ്പോൾ പറയാം. 3-ാം സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ട ക്രിസ്തുവിലുള്ള ഒരുവനെ എനിക്കറിയാം. 14 വർഷം മുമ്പാണിത് സംഭവിച്ചത്. അയാൾ അയാളുടെ ശരീരത്തിലായിരുന്നോ പുറത്തായിരുന്നോ എന്നെനിക്കറിയില്ല. പക്ഷേ ദൈവത്തിനറിയാം. അയാൾ പർദീസയിലേക്ക് എടുക്കപ്പെട്ടു എന്നെനിക്കറിയാം. അയാൾ തന്റെ ശരീരത്തിലായിരുന്നോ പുറത്തായിരുന്നോ എന്നെനിക്കറിയില്ല. പക്ഷെ ദൈവത്തിനറിയാം. വിശദീകരിക്കാൻ കഴിയാത്ത ചിലതൊക്കെ അവൻ കേട്ടു. മനുഷ്യന് ഉച്ചരിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അയാൾ കേട്ടത്. അയാളെപ്പോലെ ഒരുവനെ പറ്റി ഞാൻ പ്രശംസ നടത്തും. എങ്കിലും അതെന്നെ പറ്റിയായിരിക്കില്ല. എന്റെ ദൗർബല്യങ്ങളെപ്പറ്റി മാത്രമേ ഞാൻ ആത്മപ്രശംസ നടത്തൂ. പക്ഷേ എനിക്ക് എന്നെപ്പറ്റി പ്രശംസ നടത്തണമെന്നുണ്ടെങ്കിൽ ഞാനൊരു വിഡ്ഢിയാകില്ല. കാരണം ഞാൻ സത്യമാണ് പറയുന്നത്. പക്ഷേ ഞാൻ ആത്മപ്രശംസ നടത്താത്തത് എന്തുകൊണ്ട്? കാരണം ഞാൻ ചെയ്യുന്നത് കാണുകയും പറയുന്നത് കേൾക്കുകയും ചെയ്യുന്നതിനപ്പുറം ആളുകൾ എന്നെപ്പറ്റി കരുതാതിരിക്കണം. എന്നാൽ എനിക്ക് നൽകപ്പെട്ട അദ്ഭുത സംഭവങ്ങളുടെ ദൃശ്യങ്ങളിൽ ഞാൻ അഹങ്കരിക്കാതിരിക്കണം. അങ്ങനെ മാംസത്തിൽ വേദനാജനകമായ പ്രശ്നങ്ങൾ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സാത്താന്റെ ദൂതന്റെ രൂപത്തിൽ അതെന്നെ കൂടുതൽ പീഡിപ്പിക്കാൻ വരുന്നു. അഹങ്കരിക്കുമ്പോഴൊക്കെ അതെന്നെ ഹിംസിക്കുന്നു. ഈ വേദനകൾ എന്നിൽ നിന്ന് എടുക്കണമെന്ന് ഞാൻ കർത്താവിനോട് 3 തവണ യാചിച്ചതാണ്. പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞു, നിനക്ക് എന്റെ കൃപ മതിയാകും. ദൗർബല്യത്തിൽ എന്റെ ശക്തി കുറ്റമറ്റതാകുന്നു. അതിനാൽ എന്റെ ദൗർബല്യങ്ങളെ ചൊല്ലി ഞാൻ ആത്മപ്രശംസ നടത്തുന്നു. അപ്പോൾ ക്രിസ്തുവിന്റെ ശക്തിക്ക് എന്നിൽ വസിക്കാം. അതുകൊണ്ട് ദൗർബല്യത്തിൽ ഞാൻ ക്രിസ്തുവിന്റെ പേരിൽ അനുഭവിക്കുന്ന അപമാനത്തിലും കഷ്ടപ്പാടിലും പീഡനത്തിലും ബുദ്ധിമുട്ടിലും ഞാൻ സന്തോഷിക്കുന്നു. കാരണം ദൗർബല്യത്തിലാണ് ഞാൻ ശക്തനാകുന്നത്. എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഞാൻ സന്തോഷിക്കുന്നു. ഇതെല്ലാം ക്രിസ്തുവിന് വേണ്ടിയാണ്. ഞാൻ ക്ഷീണിതനാകുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ശക്തനാവുകയാണ്. അതിനാൽ ഇക്കാര്യങ്ങളിൽ ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ ഒരു ഭോഷനെ പോലെ സംസാരിക്കുകയായിരുന്നു. പക്ഷേ നിങ്ങളാണ് എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യിച്ചത്. എന്നെപ്പറ്റി നിങ്ങൾ നല്ലത് പറയേണ്ടതായിരുന്നു. ഞാൻ ഒന്നുമില്ലെങ്കിലും ഏതു മാർഗേനയും മറ്റു മികച്ച അപ്പോസ്തലന്മാരിൽ നിന്ന് ഒട്ടും താഴെയല്ല. ഞാൻ നിങ്ങളോടൊത്തായിരുന്നപ്പോൾ ഞാൻ ഒരു അപ്പോസ്തലനാണെന്ന് ഞാൻ തെളിയിച്ചിട്ടുണ്ട്. ഞാൻ അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും കാണിച്ചു. വളരെ ക്ഷമയോടെയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. മറ്റു സഭകൾക്ക് കിട്ടിയതെല്ലാം നിങ്ങൾക്കും കിട്ടി. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് ഭാരമായില്ല. അതിന് എന്നോട് ക്ഷമിക്കൂ. ഞാനിപ്പോൾ 3-ാം തവണയും നിങ്ങളെ സന്ദർശിക്കാൻ തയ്യാറാണ്. നിങ്ങൾക്ക് ഞാൻ ഒരു ഭാരമായിരിക്കുകയില്ല. നിങ്ങളുടേതായ ഒരു വസ്തുവും എനിക്ക് വേണ്ട. എനിക്ക് നിങ്ങളെ മാത്രം മതി. മാതാപിതാക്കൾക്ക് നൽകാൻ കുഞ്ഞുങ്ങളൊന്നും ശേഖരിക്കാറില്ല. മാതാപിതാക്കളാണ് കുട്ടികൾക്കായി ശേഖരിക്കേണ്ടത്. അതിനാൽ എനിക്കുള്ളതെല്ലാം നിങ്ങൾക്ക് നൽകാൻ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ എന്നെ തന്നെയും നിങ്ങൾക്ക് ദാനം ചെയ്യും. ഞാൻ നിങ്ങളെ കൂടുതൽ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്നെ കുറച്ചു മാത്രമായി സ്നേഹിക്കാനാകുമോ? ഞാൻ നിങ്ങൾക്കൊരു ഭാരമായിരുന്നില്ലെന്നത് വ്യക്തമാണ്. എന്നാൽ ഞാൻ കൗശലക്കാരനായിരുന്നെന്നും കള്ളം പറഞ്ഞ് നിങ്ങളെ വശീകരിച്ചുവെന്നും നിങ്ങൾ കരുതുന്നു. ഞാൻ അയച്ച ആരെങ്കിലും വഴി ഞാൻ നിങ്ങളെ വഞ്ചിച്ചോ? ഇല്ല, ഞാൻ അങ്ങനെ ചെയ്തില്ലെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ തീത്തോസിനെ നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു.
ഞങ്ങളുടെ സഹോദരനെയും ഞാൻ അവനോട് തയച്ചു. തീത്തോസ് നിങ്ങളെ വഞ്ചിച്ചില്ലല്ലോ. ഒരേ കാര്യങ്ങൾ ഒരേ ആത്മാവ് കൊണ്ട് ഞങ്ങൾ ഇരുവരും ചെയ്തുവെന്ന് നിങ്ങൾക്കറിയാം. ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ മുമ്പിൽ സ്വയം ന്യായീകരിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, ഞങ്ങൾ ദൈവത്തിന് മുമ്പിലാണ് ഇക്കാര്യങ്ങളെല്ലാം പറയുന്നത്. ഞങ്ങൾ ക്രിസ്തുവിന് മുമ്പിൽ ഇതെല്ലാം പറയുകയും ചെയ്യുന്നു. നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സുഹൃത്തുക്കളാണ്. ഞങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നിങ്ങളെ ശക്തരാക്കാനാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ ഞാൻ ആഗ്രഹിച്ചതുപോലെ ആയിരുന്നില്ലെങ്കിലോ എന്ന് ഭയന്നിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഞാൻ എന്തായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കും പോലെ ഞാൻ ആയില്ലെങ്കിലോ എന്നും ഞാൻ ഭയക്കുന്നു. നിങ്ങൾക്കിടയിൽ തർക്കം, അസൂയ, കോപം, സ്വാർത്ഥത, ദുർഭാഷണം, കുശുകുശുപ്പ്, അഹന്ത, ആശയക്കുഴപ്പം എന്നിവ ഉണ്ടാകാമെന്ന് ഞാൻ ഭയക്കുന്നു. ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ എന്റെ ദൈവം എന്നെ നിങ്ങളുടെ മുമ്പിൽ വിനീതനാക്കിയേക്കാമെന്ന് ഞാൻ ഭയക്കുന്നു. നിങ്ങൾക്കിടയിൽ ചിലരുടെ പാപകർമ്മങ്ങൾ എന്നെ ദുഃഖിതനാക്കും. അവർ തങ്ങളുടെ അശുദ്ധി, ലൈംഗിക പാപങ്ങൾ, നാണംകെട്ട പ്രവൃത്തികൾ, ദുഷ്കർമ്മങ്ങൾ എന്നിവയ്ക്ക് പശ്ചാത്തപിക്കാത്തത് മൂലം എനിക്ക് ദുഃഖമുണ്ടാകും. 2 കൊരിന്ത്യർ അധ്യായം 13. ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വീണ്ടും വരും. അത് 3-ാം തവണയായിരിക്കും. ഓരോ പരാതിക്കും അത് ശരിയാണെന്ന് പറയാൻ 2-3 പേരുണ്ടായിരിക്കണം എന്നത് ഓർമ്മിക്കുക. 2-ാം തവണ ഞാൻ നിങ്ങളോടൊപ്പം ആയിരുന്നപ്പോൾ ഞാൻ നിങ്ങളുടെ പാപങ്ങളിൽ മുന്നറിയിപ്പ് തന്നിരുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് വളരെ അകലെയാണെങ്കിലും പാപം ചെയ്ത മറ്റുള്ളവർക്കും മുന്നറിയിപ്പ് തരുന്നു. ഞാൻ വീണ്ടും വരുമ്പോൾ നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം നിങ്ങളെ ശിക്ഷിക്കും. ക്രിസ്തുവാണ് എന്നിലൂടെ സംസാരിക്കുന്നത് എന്നതിന് നിങ്ങൾക്ക് തെളിവ് വേണം. നിങ്ങളെ ശിക്ഷിക്കുന്നതിൽ ക്രിസ്തു ദുർബലൻ അല്ലെന്നതാണ് എന്റെ തെളിവ്. എന്നാൽ നിങ്ങളിൽ ക്രിസ്തു ശക്തനാണ്. ക്രൂശിതനായപ്പോൾ അവൻ ദുർബലനായിരുന്നു എന്നത് ശരി തന്നെ. എന്നാൽ അവൻ ഇപ്പോൾ ദൈവത്തിന്റെ ശക്തിയിൽ ജീവിക്കുന്നു. ക്രിസ്തുവിൽ ഞങ്ങൾ ദുർബലരാണെന്നത് സത്യമാകുന്നു. എങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ദൈവശക്തിയാൽ ക്രിസ്തുവിൽ ജീവിക്കും. നിങ്ങൾ സ്വയം നോക്കുക. നിങ്ങൾ വിശ്വാസത്തിലാണോ ജീവിക്കുന്നതെന്ന് സ്വയം പരിശോധിക്കുക. യേശു ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ പരീക്ഷയിൽ നിങ്ങൾ പരാജയപ്പെട്ടാൽ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നില്ലെന്നറിയുക. നിങ്ങൾ വിശ്വാസത്തിലല്ല ജീവിക്കുന്നതെന്ന് കണ്ടെത്തിയാൽ, പക്ഷേ ഞങ്ങൾ ആ പരീക്ഷയിൽ തോറ്റിട്ടില്ലെന്ന് നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. നിങ്ങൾ തെറ്റൊന്നും ചെയ്യാതിരിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പരീക്ഷ ജയിച്ചു എന്നത് ആളുകൾ കാണുന്നത് പ്രധാനമല്ല. പക്ഷേ ഞങ്ങൾ പരീക്ഷയിൽ തോറ്റു എന്നത് ആളുകൾ ചിന്തിക്കുന്നുവെങ്കിൽ പോലും നിങ്ങൾ ശരിയായത് ചെയ്യുക എന്നതാണ് പ്രധാനം. സത്യവിരുദ്ധമായത് ചെയ്യുവാൻ ഞങ്ങൾക്കാവില്ല. സത്യത്തിന് നിരക്കുന്നത് ചെയ്യുവാനേ കഴിയൂ. നിങ്ങൾ ശക്തരെങ്കിൽ ഞങ്ങൾ ദുർബലരാകുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. നിങ്ങൾക്ക് കരുത്തുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ അസാന്നിധ്യത്തിലാണ് ഞാൻ ഇത് എഴുതിയത്. ഞാൻ വരുമ്പോൾ നിങ്ങളെ ശിക്ഷിക്കാൻ എന്റെ കരുത്ത് ഉപയോഗിക്കാതിരിക്കാനാണ് ഞാൻ ഇത് എഴുതുന്നത്. നിങ്ങളെ ശക്തരാക്കാനാണ്, നശിപ്പിക്കാനല്ല ദൈവം എനിക്ക് ആ അധികാരം നൽകിയത്. സഹോദരരെ, ഇപ്പോൾ ഞാൻ വിട പറയുന്നു. പൂർണ്ണരായിരിക്കാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞവയൊക്കെ ചെയ്യുക. പരസ്പരം അംഗീകരിച്ച് സമാധാനത്തോടെ ജീവിക്കുക. അപ്പോൾ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവം നിങ്ങളോടൊത്തുണ്ടാകും. നിങ്ങൾ പരസ്പരം അഭിവാദ്യം ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും വിശുദ്ധ ചുംബനം നൽകുക. നിങ്ങൾക്ക് എല്ലാ വിശുദ്ധരിൽ നിന്നും അഭിവാദ്യങ്ങൾ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോട് എല്ലാവരോടും ഉണ്ടായിരിക്കട്ടെ.